വെൽക്കം ടു സോനു നികേഷ് വ്ളോഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങള് അമ്മയൊക്കെ വന്നിട്ടുണ്ട്, അമ്മയും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരായിട്ട് ചോറ്റാനിക്കര അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞാനും സോനു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അമ്മയും ചേച്ചിയും വരുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേകം സന്തോഷമാണ്. അപ്പോൾ അവരായിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങുക. ഇന്ന് മഴയൊന്നുമില്ല, നല്ല വെയിലായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഷർട്ടാണ് ഇട്ടുള്ളത്. സോനി ഒന്ന് കാണിച്ചത് നമ്മുടെ ഷർട്ട് ഭംഗിയുണ്ടാവും. ഞങ്ങൾക്ക് പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പച്ച എടുത്തു, സോനുവിനത് എടുത്തു, മാറി മാറി ഞങ്ങൾ ഇടും. ഏകദേശം സൈസൊക്കെ ഏത് ഷർട്ട് എടുത്താലും ഞങ്ങക്ക് മാറി മാറി ഇടാം. അതാണ് വലിയൊരു ഗുണം. അപ്പൊ ഇനി നമുക്ക് കാണാം, അമ്പലത്തിൽ പോയിട്ട് കാണാം. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എപ്പോഴും അമ്പലത്തിലും പള്ളിയിലൊക്കെയാണ് പോകണേന്ന്. പക്ഷെ അങ്ങനെയല്ല, അമ്മേനെ നമ്മൾ പുറത്ത് എവിടെ കൊണ്ടായാലും അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാകത്തില്ല. പക്ഷെ അമ്പലത്തിൽ പോവാന്ന് പറയുമ്പോ ഒരു പ്രത്യേക സന്തോഷം അമ്മയ്ക്ക്. എങ്കിലും മാത്രമേ അമ്മ ഹാപ്പി ആവാറുള്ളൂ. വേറെ എവിടെ കൊണ്ടായാലും ഇങ്ങനെ ചുമ്മാ ഇരിക്കും എന്നല്ലാതെ. പക്ഷെ അമ്പലത്തിൽ പോകുമ്പോൾ അമ്മയ്ക്ക് ഒരു പ്രത്യേക സന്തോഷമാണ്. അതാണ് അമ്മ വരുമ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും അമ്പലത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോകുന്നത്. ഇത്തവണ ഞങ്ങൾ ആലുവ മണപ്പുറത്ത് പോകാനായിരുന്നു ഇരുന്ന്. പക്ഷേ ഇന്നലെയൊക്കെ നല്ല മഴയല്ലായിരുന്നു. അപ്പോൾ അവിടെ ആലുവ ശിവക്ഷേത്രം വെള്ളം കയറി മൂടി. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ വലിയ മഴയില്ല അല്ലേ, വയനാട് ഭാഗത്തേക്ക് ഇല്ല. പക്ഷെ TV കണ്ടപ്പോൾ എല്ലായിടത്തും കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തൊക്കെ എന്ത് മഴയാണ്. അതെ, അപ്പൊ ആലുവയില് ഇപ്പൊ വെള്ളം മൂടിയ കാരണം ആലുവയിലൊന്നും പോണില്ല. പിന്നെ ഒരു ദിവസം പോവാം ആലുവ ശിവക്ഷേത്രത്തില്. ഇന്ന് നമുക്ക് ചോറ്റാനിക്കര ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഉള്ള അമ്പലമാണ്. അതെ, ഒത്തിരി അടുത്തല്ല, കുറച്ച് ദൂരമുണ്ട്. അപ്പൊ ഇനി അമ്പലത്തിന്റെ ഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ അമ്പലത്തിന്റെ ഉള്ളിൽ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും മാക്സിമം എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാലോ. കൊറേ ആൾക്കാര് പുറത്ത് താമസിക്കുന്ന പല പ്രവാസികളൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞങ്ങൾ ഓരോന്നിങ്ങനെ ആ വീഡിയോസ് ഇടുമ്പോ അവർക്ക് കാണാൻ പറ്റുന്നു, സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അവര് നാട്ടിൽ വരുമ്പോ ഇനി പോണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ വീഡിയോ ഇടുമ്പോ അവർക്കൊക്കെ ഒരു കാണുമ്പോ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് പോലെയാണെന്നാണ് മിക്കവരും കമന്റ് ചെയ്തത്. അതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ താമസിക്കുന്നവർക്ക് വലിയ കാര്യമൊന്നും ഇല്ലായിരിക്കും, ഇവിടെയുള്ള എറണാകുളത്തെ അടുത്തുള്ള ഭാഗത്തൊക്കെ പോകുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തവർ, പുറത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇത് കാണുമ്പോ ഒരു ആശ്വാസമാണ്. അപ്പൊ ഇനി നമുക്ക് പോവാം. അപ്പൊ നമുക്ക് ഇനി അവിടെ വെച്ച് കാണാം. ശരി ശരി. ഞങ്ങൾ ഇറങ്ങുകയാണ്, ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുകയാണ് അമ്പലത്തിലേക്ക്. അപ്പൊ ഇനി നമുക്ക് അമ്പലത്തിൽ വെച്ച് കാണാം അല്ലേ? അവിടെ വെച്ച് കാണാം. ഓക്കെ.
ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിൽ നിൽക്കുകയാണ്, ചോറ്റാനിക്കര അമ്പലത്തിന്റെ ഉള്ളില്. ഇന്ന് ദുർഗാപൂജ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ഉത്സവം അല്ലേ, ആനകളും നെറ്റിപ്പട്ടവും കുറെ ആൾക്കാരും നല്ലൊരു ആഘോഷത്തിന്റെ പ്രതീതിയൊക്കെ ഉണ്ട്. ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആനേനെയൊക്കെ നോക്കിയിട്ട്. അമ്മയും ചേച്ചി അകത്ത് പോയിട്ട് ഇറങ്ങിയിട്ടില്ല, ഞങ്ങള് കയറി പ്രാർത്ഥിച്ചു. എന്തായാലും നല്ലൊരു ദിവസമല്ലേ നമ്മൾ വന്ന, നല്ല ദിവസമായിരുന്നു. മഴ ഇന്ന് രാവിലെ കാര്യമായിട്ട് പെയ്തില്ല, അതുകൊണ്ട് വരാൻ ഒരു അനുകൂല സാഹചര്യമായിരുന്നു. ഞങ്ങള് കീഴ്ക്കാവിലും കയറി പ്രാർത്ഥിച്ചു, എന്നിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുവാണ്. നല്ല പാട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കേൾക്കാവെന്ന് അറിയത്തില്ല അല്ലേ. കീഴ്ക്കാവില് കയറി പ്രാർത്ഥിച്ചിറങ്ങി. സോനു പറഞ്ഞ പോലെ പാട്ടുള്ള കാരണം ഞങ്ങൾ പറയുന്നത് കേൾക്കുമെന്ന് അറിയില്ല. എന്നാലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഇറങ്ങാൻ നോക്കുകയാണ് അല്ലേ. എന്നാലും നല്ലൊരു അനുഭവമായിരുന്നു. മനസ്സിന് നല്ലൊരു ശാന്തത, കുളിർമ ഒക്കെ കിട്ടി. അമ്മയും ചേച്ചിയൊക്കെ നടന്നു പോയി.
ഞങ്ങൾ അമ്പലത്തില് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി. പുറത്തുനിന്ന് കണ്ടപ്പോൾ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഉള്ളിൽ കയറിയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ആനകളും അല്ലേ, പഞ്ചവാദ്യമേളവും ഭയങ്കര സൂപ്പറായിരുന്നു. നവരാത്രിയൊക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ അമ്പലമൊക്കെ. അതെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയും ചേച്ചിയൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവർ പിന്നെ അങ്ങനെ വീഡിയോയിലൊന്നും വർത്താനം പറയാനൊന്നും വലിയ ആഗ്രഹമില്ല. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിക്കാൻ നേരമായി. അപ്പം ഈ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോവാം. അമ്മയും ചേച്ചിയൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മനസ്സിന് നല്ലൊരു കുളിർമ, സന്തോഷം എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചായ കുടിക്കാം. ശരി. ചായ കുടിക്കാൻ കയറി. ഗണേഷ് ഭവൻ എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ചായ കുടിക്കാൻ ഇന്ന് കുറച്ച് വൈകി, അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും സമയമായി. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി സോനു എന്താ പറഞ്ഞേ? സോനു ഇഡ്ഡലി, ഞാൻ പൂരി, ചേച്ചി പൂരി, അമ്മ മസാല ദോശ. അയ്യോ എൻ്റെ പൂരി വലിയ വലിയ പൂരിയാണല്ലോ ഇട്ടുള്ളത്. എത്തി, ഇഡ്ഡലി എത്തി. ഇഡ്ഡലി സോനല്ലേ പറഞ്ഞത്? സോനുവിൻ്റെ ഇഡ്ഡലി ഇതേ എത്തി എടുക്കുന്നു. ചേച്ചിൻ്റെ അമ്മയിലൊക്കെ വരുന്നുണ്ട്. അമ്മ അതാ കയ്യേക്ക് വരുന്നു. നമ്മൾ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പം കാറ് കുറച്ചപ്പുറത്താണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അമ്മയും ചേച്ചി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ. നല്ലൊരു അനുഭവമായിരുന്നു. ചോറ്റാനിക്കര അമ്പലത്തിൽ വന്ന് ചോറ്റാനിക്കര അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു. അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ എപ്പോഴും അമ്പലങ്ങളിൽ പോണതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും അല്ലേ നമ്മള് 2 ദിവസം മുമ്പ് പള്ളിയിൽ പോയത്. ഇപ്പോ കാണുന്നവർക്ക് ചിലപ്പോൾ വിചാരിക്കും ഇവർക്ക് ഇത് എപ്പോഴും അമ്പലത്തിലും പള്ളിയിലും മാത്രം പോകാനാണ്. പക്ഷെ ഞങ്ങളെല്ലാം ഫ്രീ ആവണം സമയം അതൊക്കെ നോക്കി വരുമ്പോ ഇങ്ങനെയുള്ളപ്പോഴാണ് പോകാൻ പറ്റുള്ളൂ. അതെ, അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് പള്ളി, അമ്പലം, എല്ലായിടത്തും ഞങ്ങൾ പോവാറുണ്ട്. ഒരു ശക്തി ഉണ്ട്, ആ ശക്തി എല്ലായിടത്തും അമ്പലങ്ങളിലായാലും പള്ളിയിലായാലും ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആ ശക്തിയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങൾ രണ്ടുപേരുടെയും വിശ്വാസം അങ്ങനെയാണ്. അപ്പോൾ ശരി, ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം അല്ലേ സോനു? ശരി കേട്ടോ. അങ്ങനെ ഞങ്ങള് ഫ്ലാറ്റില് തിരിച്ചെത്തി. ചോറ്റാനിക്കര അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഫ്ലാറ്റിലെത്തി. ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക അല്ലേ? പിന്നെ എനിക്ക് ജോലി കയറാണ്ട്, പിന്നെ നികേഷേട്ടനും ജോലിയുണ്ട്. അതെ, അപ്പോൾ വളരെ സന്തോഷകരമായിട്ട് കഴിഞ്ഞു ഇന്നത്തെ ദിവസം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങളെ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തന്നുകൊണ്ടിരിക്കുക. വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഈ സപ്പോർട്ട് ഞങ്ങൾക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.